രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ യോഗം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ വിവിധ മേഖലയിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട നിരവധി പേർ പങ്കെടുത്തു. നാട് സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും എന്നാൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നത് വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെറുവണ്ണൂർ മലബാർ മെറീന കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ, വ്യവസായികൾ, പ്രവാസികൾ, സാമുദായിക നേതാക്കൾ, യുവജനങ്ങൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ തുടങ്ങിയവരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് സംസാരിച്ച മുഖ്യമന്ത്രി നാട് സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും എന്നാൽ അതിന്റെ പേരിൽ നാട് പുരോഗമിക്കുന്നില്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും പറഞ്ഞു. 23,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായി. തൊഴിലവസരങ്ങൾ 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ കാര്യങ്ങൾ മാറുന്നു, ഏത് രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു എന്നതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചു. അതുകൊണ്ടാണ് കേരളത്തിന് പലതും തനതായി ചെയ്യാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വ്യാവസായിക രംഗത്ത് നല്ല പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞു. വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ, നിസാനെ പോലുള്ള, എയർബസിനെ പോലുള്ള കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന നിലയുണ്ടായി. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, MLA-മാരായ ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ് തുടങ്ങിയ ജനപ്രതിനിധികളും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.